ഹായ്, ഗ്ലോബൽ ഇക്കോസിസ്റ്റങ്ങളിലെ നമ്മുടെ ഗെയിമായ ബിപ്ലബിന്റെ എക്സ്പെഡിഷന്റെ ഒരു ചുരുക്ക ട്യൂട്ടോറിയൽ ഇതാ. ഇപ്പൊ ഈ ഗെയിമിന്റെ പല വകഭേദങ്ങളും നമുക്കുണ്ട്. അവയിൽ ആർട്ടിക് ഇക്കോസിസ്റ്റം, സഹാറ ഇക്കോസിസ്റ്റം, നീലഗിരി ഇക്കോസിസ്റ്റം, ഥാർ മരുഭൂമി ഇക്കോസിസ്റ്റം, ആമസോൺ മഴക്കാടിന്റെ ഇക്കോസിസ്റ്റം എന്നിങ്ങനെയുള്ളവയും മറ്റു പലതും ഉൾപ്പെടുന്നു. നിങ്ങൾ ഏത് വകഭേദം എടുത്താലും ഗെയിം കളിക്കുന്ന രീതി കൂടുതലും ഒരുപോലെയാണ്. അവയെല്ലാം ഞാൻ നിങ്ങളെ വേഗത്തിൽ വഴി കാണിച്ചാണ്. ബോക്സിനുള്ളിൽ നമുക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ഷീറ്റ്. ഇതൊരു ലളിതമായ 2 പേജുള്ള ഷീറ്റാണ്. ഗെയിം എങ്ങനെ കളിക്കാമെന്ന് ഇതിൽ പറയുന്നു. പക്ഷേ അതിനിപ്പോൾ വച്ചിരിക്കാൻ പോകുന്നു, കാരണം ഗെയിം എങ്ങനെ കളിക്കാമെന്ന് ഞാൻ നിങ്ങളെ വഴി കാണിച്ചു തരാനാണ് പോകുന്നത്. നമുക്ക് ഈ എക്സ്പെഡിഷൻ കാർഡുകളും ഉണ്ട്, ക്ലൈമറ്റ് ചേഞ്ച് കാർഡുകളും പ്ലെയർ അവതാർസും നമുക്കുണ്ട്. അതിനാൽ ബോർഡുകൾ ഇന്ന് സജ്ജമാക്കുക, കാർഡുകൾ ഒരുക്കുക, പ്ലെയർ അവതാർസിനെ ഒറ്റയ്ക്ക് വെക്കുക. ഈ ഗെയിമിന്റെ ലക്ഷ്യം ഈ ഇക്കോസിസ്റ്റം മുഴുവൻ 0 കിലോമീറ്റർ മാർക്കിൽ നിന്ന് 100 കിലോമീറ്റർ മാർക്കിലേക്ക് നീങ്ങുക എന്നതാണ്. ഇപ്പോ നിങ്ങൾ മുന്നോട്ട് എങ്ങനെ പോകും? നിങ്ങളുടെ ടേണിൽ ഈ കാർഡുകൾ ഷഫിൽ ചെയ്ത് വശത്ത് വയ്ക്കുക. ഡെക്കിന്റെ മുകളിൽ നിന്ന് ഒരു കാർഡ് എടുക്കുക. അതിലെ നിർദ്ദേശങ്ങൾ പാലിക്കുക. ഉദാഹരണത്തിന് ഞാൻ എടുത്ത കാർഡിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ പ്രദേശത്തെ താർ വിവിധതരം സസ്യങ്ങൾ വളരാൻ സഹായിക്കുന്നു, കാരണം അവ ചെറുപുതിയ ഇലകൾ തിന്ന് വേരുകൾ വേഗത്തിൽ വളരാൻ പ്രോത്സാഹിപ്പിക്കുന്നു. അതിനാൽ നിങ്ങൾ 8 കിലോമീറ്റർ മുന്നോട്ട് പോകുന്നു. അതായത് ഞാൻ കർഷകൻ ജഗ്ഗുവായി കളിക്കുമ്പോൾ 0 മുതൽ 8 കിലോമീറ്റർ മാർക്കിലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സാധാരണയായി നിങ്ങൾ ഒരു ഗെയിം കളിക്കുകയാണ്. അത് കുടുംബമായി വലിയ രസവും ബന്ധവും നൽകുന്നു. പക്ഷേ അതിനോടൊപ്പം ഞാൻ ഗെയിം കളിക്കുമ്പോൾ നീലഗിരി പരിസ്ഥിതിയിൽ അവിടെയുള്ള മൃഗങ്ങൾ, പക്ഷികൾ, മീനുകൾ, സസ്യങ്ങൾ, മരങ്ങൾ എന്നിവയെക്കുറിച്ച് ഞാൻ പഠിക്കുന്നു. ഇവയൊക്കെയാണ് ഈ പരിസ്ഥിതിയെ രൂപപ്പെടുത്തുന്നത്. ഇവ പരിസ്ഥിതികളെ കുറിച്ച് എനിക്ക് പഠിക്കേണ്ടത് എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ടത്? ലോകത്തിലെ വ്യത്യസ്ത പരിസ്ഥിതികൾ ഒന്നിച്ചു ചേർന്ന് ഒരു ആരോഗ്യകരമായ ഗ്രഹം സൃഷ്ടിക്കുന്നതിനാലാണ്. നീലഗിരി പരിസ്ഥിതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ പലതും മനുഷ്യരുടെ പ്രവർത്തനങ്ങളാൽ ഉണ്ടാകുന്നതാണ്. അതിന് ദൗർഭാഗ്യവശാൽ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും തരംഗപ്രഭാവം ഉണ്ടാകും. ഇവ പരിസ്ഥിതികൾ ആഗോള താപനില വർധനവിന്റെ ഇരകളോ ബാധിതരോ മാത്രമല്ല. പക്ഷേ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ കാരണം ആഗോള താപനില വർധനവും കാലാവസ്ഥാ മാറ്റവും കൂടുതൽ ബാധിക്കുന്നതിൽ ഇവയും പങ്കുവഹിക്കുന്നു. അപ്പോൾ ഇനി മുന്നോട്ട് പോവാം, കളി തുടരാം. നിങ്ങളുടെ തവണയിൽ ഓരോ കളിക്കാരനും ഒരു കാർഡ് എടുക്കുകയും അതിലെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും വേണം. നിങ്ങൾ വായിക്കുന്നോ ലഭിക്കുന്നോ ചെയ്യുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് കളിയിൽ മുന്നോട്ട് പോകാനോ പിന്നോട്ട് പോകാനോ കഴിയും. ഉദാഹരണത്തിന് ചേരുന്ന വിധത്തിൽ ഒരു കാര്യം എടുത്തു നോക്കാം. ഞാൻ ഇവിടെ നിന്ന് ഒരു കാർഡ് എടുത്തു. ഇതിൽ പറയുന്നത് വേട്ടയാടൽ വളരെ കൂടുതലായി വർദ്ധിച്ചിരിക്കുന്നു. ഇത് കടുവകളുടെ ജനസംഖ്യയ്ക്ക് വലിയ ഭീഷണിയാണ്. 7 കിലോമീറ്റർ പിന്നോട്ട് പോവുക. എലിവായും കടുവകളെ വേട്ടയാടുന്നത് ഒരു മോശം കാര്യമാണ്. അതിനാൽ നിങ്ങളുടെ പരിസ്ഥിതിയിൽ അത്തരം ഒരു സംഭവം നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നോട്ട് പോകേണ്ടി വരും. അതിനാൽ നിങ്ങൾക്ക് സ്ഥലം നഷ്ടപ്പെടും. നിങ്ങൾ ഇപ്പോൾ എടുത്ത കാർഡുകൾക്ക് പുറമെ 2 വളരെ പ്രധാനപ്പെട്ട കാർഡുകൾ ഉണ്ട്. അവയാണ് പവർ കാർഡുകളും സൂപ്പർ പവർ കാർഡുകളും. പവർ കാർഡുകളും സൂപ്പർ പവർ കാർഡുകളും എന്നത് നിങ്ങൾ അവ എടുത്താൽ അവ നിങ്ങളുടെ മുന്നിൽ വെച്ച് വേണമെങ്കിൽ ഉപയോഗിക്കാൻ സൂക്ഷിക്കാം. അതായത് ഒരു നെഗറ്റീവ് കാർഡിന്റെ ദോഷം ഒഴിവാക്കാൻ ഉപയോഗിക്കാവുന്നവയാണ്. ഓരോ തവണയും ഞാൻ ഒരു കാർഡ് എടുക്കുകയും എന്റെ നീക്കം നടത്തുകയും ചെയ്താൽ ആ കാർഡ് വശത്തേക്ക് വയ്ക്കും. നിങ്ങൾ മുഴുവൻ കാർഡുകളും കളഞ്ഞു കഴിഞ്ഞാൽ ഈ കാർഡുകൾ വീണ്ടും ഷഫിൽ ചെയ്ത് ഗെയിം തുടരാം. പക്ഷേ നിങ്ങൾക്ക് ഒരു പവർ കാർഡോ സൂപ്പർ പവർ കാർഡോ കിട്ടിയാൽ അത് കൈവശം വെച്ച് അനുയോജ്യമായ സമയത്ത് പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഉപയോഗിക്കാം. ഈ ഗെയിമിന്റെ മറ്റൊരു രസകരമായ വശം കൂടിയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ബോർഡിൽ വിവിധ അപകട മേഖലകൾ ചിതറിക്കിടക്കുന്നതാണ്. ഉദാഹരണത്തിന് ഇവിടെ ലാൻഡ് സ്ലൈഡ് എന്ന് എഴുതിയിരിക്കുന്നു. മറ്റൊരു സ്ഥലത്ത് കാട്ടുതീയും ഫ്ലാഷ് ഫ്ലഡും ഉണ്ടെന്ന് പറയുന്നു. നിങ്ങൾ ഈ പ്രദേശങ്ങളിൽ ഒന്നിൽ ഇറങ്ങിയാൽ ഇവ സാധാരണയായി സംഭവിക്കുന്നവയോ അല്ലെങ്കിൽ കാലാവസ്ഥാ മാറ്റം മൂലമാണ് ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് ലാൻഡ് സ്ലൈഡുകളും കാട്ടുതീകളും ഫ്ലാഷ് ഫ്ലഡുകളും മുതലായോ. ഇവയുടെ പ്രധാന കാരണം കാലാവസ്ഥാ മാറ്റമാണ്. അതിന്റെ ഫലമായാണ് ഇവ സംഭവിക്കുന്നത്. അതിനാൽ നിങ്ങൾ ഈ പ്രദേശങ്ങളിൽ ഒന്നിലിറങ്ങിയാൽ നിങ്ങൾക്കൊരു കാലാവസ്ഥാ മാറ്റം ഇമ്പാക്ട് കാർഡ് എടുക്കേണ്ടി വരും. അതിലെ നിർദ്ദേശങ്ങൾ പാലിക്കണം. ദുർഭാഗ്യവശാൽ കാലാവസ്ഥാ മാറ്റത്തിന്റെ സ്വാധീനം കൂടുതലും നെഗറ്റീവ് ആണ്. അതിനാൽ ഈ കാർഡുകളുടെ സ്വാധീനവും കൂടുതലും നെഗറ്റീവ് ആയിരിക്കും. അതിനാൽ നിങ്ങൾക്ക് ഒരു പവർ കാർഡോ സൂപ്പർ പവർ കാർഡോ ഇല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളുടെ കാർഡ് കളിക്കാം അല്ലെങ്കിൽ ഉപയോഗിക്കാം. അങ്ങനെ ചെയ്താൽ കാലാവസ്ഥാ മാറ്റത്തിന്റെ നെഗറ്റീവ് ഫലങ്ങൾ നിങ്ങളെ ബാധിക്കില്ല. നിങ്ങൾ ഈ കാർഡ് കളിച്ച ശേഷം വീണ്ടും അതിനെ വശത്തേക്ക് വയ്ക്കുക. ഇവയെല്ലാം ഉപയോഗിച്ചു കഴിഞ്ഞാൽ കാർഡുകൾ ഷഫിൾ ചെയ്ത് വീണ്ടും കളിക്കാൻ തിരികെ വെക്കുക. കളിയുടെ രീതി വളരെ ലളിതമാണ്. കാർഡുകളിലെ നിർദ്ദേശങ്ങൾ പാലിക്കുക. ഇക്കോസിസ്റ്റം മുഴുവൻ കടന്ന് 100 കിലോമീറ്റർ മാർക്കിൽ ആദ്യം എത്തുന്നവനാകുക.
മികച്ച ഭാഗം എന്തെന്നാൽ നിങ്ങൾ 100 കിലോമീറ്റർ മാർക്കിൽ എത്തുമ്പോഴേക്കും ആ പ്രത്യേക ഇക്കോസിസ്റ്റം കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചിരിക്കും. ആ ഇക്കോസിസ്റ്റം ആരോഗ്യകരവും സജീവവുമാക്കാൻ സഹായിക്കുന്ന മനോഹരമായ സസ്യങ്ങൾ, മൃഗങ്ങൾ, മത്സ്യങ്ങൾ, പക്ഷികൾ എന്നിവയെക്കുറിച്ചും നിങ്ങൾ അറിയും. നമ്മുടെ ഗ്രഹം ദീർഘകാലം നിലനിൽക്കുന്ന തരത്തിൽ നിർമ്മിക്കാൻ സഹായിക്കുന്ന ഒരു സ്ഥലം.